ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം. ഫ്രണ്ട് കല്യാണം കഴിഞ്ഞ് വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. സാധാരണ നമ്മൾ ഇങ്ങോട്ടാണ് ഫുഡ് കഴിക്കാൻ വിളിക്കാറ്. ഇത് അവരെ നമ്മൾ വിളിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ നമ്മളെ വിളിച്ചു. അതുകൊണ്ട് നമ്മൾ പോവുകയാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തി മേടിച്ചിട്ട് യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. മഴയായതുകൊണ്ട് ഇവിടെ വെള്ളം കയറി വെള്ളപ്പൊക്കമായി കിടക്കുകയായിരുന്നു. പിന്നെ വെള്ളത്തിൽ കൂടെ ഒക്കെ കയറി നമ്മൾ ഇതാണ്ട് അവരുടെ വീട്ടിലെത്തി. ഇത് ഇവരുടെ ഹാളാണ്. ഇതാണ് പെണ്ണും ചെറുക്കനും. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായുള്ളൂ. ഋതുവിന് നല്ല ഉറക്കം വന്നായിരുന്നു. അങ്ങനെ അവന് ആഹാരം കൊടുത്തിട്ട് അവനെ കിടത്തി ഉറക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ടിരുന്ന് കഴിക്കുക. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ വരുമ്പോൾ ഒരാൾ കാണത്തില്ല, ഒരാൾ കാണുമ്പോൾ ഒരാൾ കാണത്തില്ല. അങ്ങനെയായിരുന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് എല്ലാവരും കൂടെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. അങ്ങനെ എല്ലാവരും കൂടെ വാരി വലിച്ച് തിന്നു. അതായത് ഒരു അച്ചടക്കമില്ലാത്ത കഴിപ്പായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നല്ല ബിരിയാണി ആയിരുന്നു. നമ്മൾ എല്ലാവരും കഴിച്ച് അത് കഴിഞ്ഞ് നമുക്കൊന്ന് കറങ്ങാൻ പോകണമെന്ന ഒരു പ്ലാനാണ്. അപ്പം അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ പോകാൻ പോകുന്നത് വെള്ളണത്തുരുത്താണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും വേറെ തന്നെ വീഡിയോ എടുത്ത് തരാമെന്നും പറഞ്ഞ് മേടിച്ചു. ഇഷ്ടമുള്ള ഫ്രണ്ട് തന്നെ. അങ്ങനെ അവൻ വീഡിയോ എടുക്കുവാണ്. കൊച്ചിന്റെ അച്ഛനാണ് ഗൈസ്. എന്ത് പുല്ലാണ് പറയുന്നത് ആർക്കും അറിഞ്ഞൂടാ. അതിനിടയ്ക്ക് ഒരു പട്ടി വായി നോക്കാൻ പോയതും അവൻ വീഡിയോ എടുത്തു ഗൈസ്. എന്തിനാണ് പട്ടി വായി നോക്കാൻ പോയതെടുത്തതെന്ന് എനിക്കറിയത്തില്ല. അവനത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടായിരിക്കും അവൻ ആ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ല രഘുരാമൻ, അത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അവൻ വളച്ചുകൊണ്ട് പോയാണ്, പക്ഷെ നടന്നില്ല ഗൈസ്. അവിടെ വേറെ പരിപാടി. അവൻ കുറച്ച് ഒട്ടിക്കുന്നു. എന്താ യൂട്യൂബർ അങ്ങനെ നമ്മൾ പോവുകയാണ്. വെള്ളണത്തുരുത്ത് എത്താറായി. ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. കരുനാഗപ്പള്ളിയിലുള്ള സ്ഥലമാണ്. പക്ഷേ നല്ല അടിപൊളി സ്ഥലമായിരുന്നേ. ബീച്ച്, നല്ല വൈബുള്ള ഒരു ബീച്ചും അവിടെ കളിക്കാനൊക്കെ വിടും. നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഗേൾസ്. ആൺപിള്ളേർ അത്രയ്ക്ക് നന്നായിട്ട് ബീച്ചിലിറങ്ങിയില്ല. പക്ഷേ ഞങ്ങൾ ഗേൾസ് 3 പേരും കൂടെ നല്ല രീതിയിൽ ഇറങ്ങി ആർമാദിച്ചു. നല്ല തിര വരുന്നുണ്ടായിരുന്നു. ഫുള്ള് നനഞ്ഞ് കുളിച്ച് ദേഹം മൊത്തം നനഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് മണ്ണുമായി. ഹസ്ബൻഡുമാരെ നിർബന്ധിച്ച് വിളിച്ചാണ് വെള്ളത്തിലിറക്കിയത്. അവരിറങ്ങി കുറച്ച് നേരം ഞങ്ങൾ അവരുമായിട്ടും വെള്ളത്തിൽ കളിച്ചു. ഇവൾ ഒറ്റയ്ക്കുള്ള കളിയായിരുന്നു ഇവർക്ക് കൂടുതലും. ഇവർക്ക് എന്തുകൊണ്ടോ കൂട്ടിനോട് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് കളിക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു ബീച്ചിൽ.
അത് കഴിഞ്ഞ് അച്ഛൻ്റെയും മോൻ്റെയും കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിക്കുകയാണ്. സൺസെറ്റും കഴിഞ്ഞിട്ട് ഋതുവും ഫുള്ള് നനഞ്ഞായിരുന്നു. അത് കാരണം പിന്നെ അവനെ കാറിൽ കയറ്റുന്നതിന് മുമ്പ് ഞങ്ങൾ ഡ്രസ്സ് മൊത്തം മാറ്റി ഇട്ടാണ് അവനെ റെഡിയാക്കിയത്. വേറൊരു ഡ്രസ്സ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പോവല്ലേ, എന്തായാലും നനയുമെന്നറിയാം. അതുകൊണ്ട് അവന് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീടെത്തിയപ്പം രാത്രിയിലത്തെ ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചോറ്, ചീനി, പുളിശ്ശേരി, മീൻകറി, ചാള പൊരിച്ചത് ഇത്രയും ഉണ്ടായിരുന്നു. അത് കഴിച്ച് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുകയാണ്. രാവിലെ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് അവിടുന്ന് ഇറങ്ങുന്നത് 9:30 കഴിഞ്ഞു. അങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ വീടെത്തിയപ്പോൾ 10:30 ആയി. എത്രയോ